നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു രാജഭൃത്യൻ്റെ മകന് സൗഖ്യം നൽകുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 46 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനായിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കവർന്നൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്നപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. കർത്താവായ യേശു ചെയ്ത ഒന്നാമത്തെ അടയാളം ഗലീലയിലെ കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. കാന, നസ്രയത്ത് തുടങ്ങിയ ഗ്രാമങ്ങൾ അത് മലമ്പ്രദേശത്താണ്. എന്നാൽ ബെത്സയിദ, കപർന്നഹൂം തുടങ്ങിയ പട്ടണങ്ങൾ കടൽ തീരത്താണ്. ഇന്ന് നാം വായിച്ച ഈ രാജഭൃത്യൻ കപർന്നഹൂംകാരനാണ്. അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. ആ മകന് മാരകമായ രോഗം ബാധിച്ചു. ഹെരോദാവിൻ്റെ ഭൃത്യനായതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ശമ്പളമുണ്ട്, നല്ല സ്വാധീനമുണ്ട്, കിട്ടാവുന്ന എല്ലാ ചികിത്സയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫലമില്ല. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം അറിയുന്നത്. മലമുകളിൽ കാനാവിൽ പണ്ട് യേശു ഒരു കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി. ഒരു മകൻ്റെ കല്യാണത്തിന് വലിയ നാണക്കേട് സംഭവിക്കാമായിരുന്നു. എന്നാൽ ആ വീട്ടിലെ മകൻ്റെ മാനക്കേട് മാറ്റിയത് യേശുവാണ്. ആ യേശുവിൽ ആശ്രയിച്ചാൽ മകന് സൗഖ്യം ഉണ്ടാകും എന്ന് ആരോ പറഞ്ഞു. ഈ രാജഭൃത്യൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു എന്താ ചെയ്തത് എന്ന് അന്വേഷിച്ചു. അവർ വീഞ്ഞ് തീർന്നു പോയിരുന്നു. യേശു പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. അവിടെ 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. അത് പക്കോളം അവർ നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയ വഴിക്ക് ആ വെള്ളം വീഞ്ഞായി. അല്ലെങ്കിൽ യേശുവിൻ്റെ ആ വാക്കനുസരിച്ചപ്പോൾ ആ വെള്ളം വീഞ്ഞായി. അതും മേത്തരമായി വീഞ്ഞു. ഈ വാക്ക് ഈ രാജഭൃത്യൻ വിശ്വസിച്ചു. അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമാണ്, വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിവുള്ള ദൈവമാണ് എന്ന് വിശ്വസിച്ചു. തൻ്റെ മകനും സൗഖ്യം തരാൻ കഴിയും എന്നയാൾ വിശ്വസിച്ച് യേശു കാനാവിലേക്ക് വീണ്ടും വരുന്ന ദിവസം അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം മല കയറി. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്ത വീട്ടിലേക്ക് യേശു പിന്നെയും വന്നു എന്നാണ് വായിക്കുന്നത്. യേശു അത്ഭുതങ്ങൾ ചെയ്ത അല്ലെങ്കിൽ യേശു സന്ദർശിച്ച സ്ഥലങ്ങൾ പിന്നെയും സന്ദർശിച്ചായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. കപർന്നഹൂമിൽ ആവർത്തിച്ച് യേശു അത്ഭുതം ചെയ്തു. അതുപോലെ യെരുശലേമിനെ കുറിച്ച് യേശു പറഞ്ഞു, എത്രയോ വട്ടം നിന്നെ രക്ഷിക്കാൻ എനിക്ക് മനസ്സായിരുന്നു. അതുപോലെ ആദ്യ അത്ഭുതം ചെയ്ത, അതിനാൽ കുറേ പേർ വിശ്വസിക്കാനിടയായ സ്ഥലത്തേക്ക് യേശു രണ്ടാമത് വരികയാണ്. യേശു സൗഖ്യം നൽകിയ പല രോഗികളുടെ അടുക്കൽ യേശു ചെന്നിട്ട് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യല് കേട്ടോ എന്നൊക്കെ അവർ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് യേശു നടുകയും നനയ്ക്കുകയും ചെയ്യുന്നു എന്ന് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത് പോലെ യേശു നമ്മുടെയൊക്കെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്നവനാണ്. ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്നവൻ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന് നാളോളം അതിന് തികയ്ക്കും. കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നീതീകരിക്കും, നമ്മളെ തീർച്ചയായിട്ടും തേജസ്കരിക്കും. തീർച്ചയായിട്ടും യേശു ശ്വാസനായകനും പൂർത്തി വരുത്തുന്നവനുമായതുകൊണ്ട് തുടക്കം മാത്രമല്ല, യേശു അതിൻ്റെ തുടർച്ച കൂടിയാണ്. അതാണ് യേശു ഇവിടെ തെളിയിച്ചത്. എന്തായാലും യേശു പറഞ്ഞ ആ ദിവസം യേശു വരുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ മകന് രോഗം കഠിനമായിരിക്കുന്നു, അങ്ങ് വന്ന് സൗഖ്യമാക്കണം. യേശു ഒരു പരീക്ഷണാർത്ഥം പറഞ്ഞു, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതം കണ്ടിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല. അപ്പോൾ രാജഭൃത്യൻ
മറുപടി പറയുകയാണ്, പൈതൽ മരിക്കും മുമ്പേ വരണമേ കർത്താവേ. അപ്പോൾ യേശുവിനെ അദ്ദേഹം കർത്താവായി സ്വീകരിച്ച് കഴിഞ്ഞു, വിശ്വസിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ കർത്താവേ എന്ന് വിളിക്കുന്നത്. പൈതൽ മരിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ യേശു വരുന്നതിന് മുമ്പേ, രോഗസൗഖ്യം ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹം വിശ്വസിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവേ എന്ന് അദ്ദേഹം വിളിക്കുന്നത്. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അയാൾ ഒരു പ്രതികരണം നടത്തിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ തിരിഞ്ഞ് മലയിറങ്ങുകയാണ്. എന്താ കാരണം? കാനാവിലെ വീട്ടിൽ വെള്ളം കോരുക, കൊണ്ടു കൊടുക്കുക, ഈ രണ്ട് കാര്യം പറഞ്ഞു. അവര് ഓരോരുത്തരും പറഞ്ഞില്ല, കർത്താവ് വെള്ളം കൊടുത്താൽ പോരാ എന്ന് പറഞ്ഞില്ല. ഇപ്പം കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ഈ വെള്ളം എങ്ങനെ കൊടുക്കും എന്നവർ പറഞ്ഞില്ല. അവർ യേശു പറഞ്ഞത് അക്ഷരപ്രകാരം അനുസരിച്ചു. ഈ രാജഭൃത്യനും അങ്ങനെ തന്നെ ചെയ്യാൻ തയ്യാറായി. അതിനാലാണ് അവൻ അനുഗ്രഹം നേടാനായിട്ട് സാധിച്ചത്. കാനാവിലെ വീട്ടിൽ യേശുവിൻ്റെ അമ്മ പറഞ്ഞിരുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇവിടെയും അത് തന്നെയാണ്. യേശു കൽപ്പിച്ചത് രാജഭൃത്യൻ ചെയ്യാനിടയായി. യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ട്. അതവരുടെ അറിവാണ്. യേശു ജനിച്ചു, ജീവിച്ചു, യേശു പ്രസംഗിച്ചു, യേശു അത്ഭുതം ചെയ്തു, യേശു കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പോയി, ഇനി വരും. അതൊക്കെ അവരുടെ അറിവാണ്. അത് ബൈബിളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നാം വിശ്വസിക്കേണ്ടത് അതല്ല, ആ ചരിത്ര സത്യമല്ല വിശ്വസിക്കേണ്ടത്. ഒരാത്മീയ സത്യമുണ്ട്. യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത്? നമ്മുടെ നരകയേൽക്കാൻ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നരകമേറ്റാണ് യേശു മരിച്ചത്. നമ്മുടെ നരകമാണ് യേശു അനുഭവിച്ചത്. നമുക്ക് വേണ്ടി യേശു രക്ഷാമാർഗം ഒരുക്കുകയായിരുന്നു. ആ യേശുവിൻ്റെ കയ്യിലാണ് നമ്മുടെ രക്ഷ. അത് ചോദിച്ചു വാങ്ങണം. കർത്താവേ, നീ എനിക്കും കൂടെ വേണ്ടിയാണ് നരകമേറ്റത്, എൻ്റെ പാപത്തെയും കൂടെ ചുവന്നുകൊണ്ടാണ് നീ ശിക്ഷയേറ്റത്, അതുകൊണ്ട് ആ രക്ഷ എനിക്ക് തരണം എന്ന് പറഞ്ഞ് യേശുവിനെ ഒന്നാമത് രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ടാമത് യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റു പറയണം. എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ ഇനി കർത്തൃത്വം നടത്തുന്നത് യേശുവാണ്. ഇനി യേശു പറഞ്ഞാണ് ഞാൻ അനുസരിക്കുന്നത്. ഇത് പല ആളുകൾക്കും എന്തു വേണം? മദ്യപാനം മാറണം, കടഭാരം മാറണം, പിന്നെ രോഗസൗഖ്യം കിട്ടണം. പക്ഷെ അവർക്ക് എന്ത് വേണം? പഴയ മത അന്ധതയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് അവർക്ക് പോവുകയും വേണം. അവർ പറയുന്നത് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന്. അത് ശമര്യരെ പോലെയാണ്. യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും. യേശു ദൈവത്തിന് മനുഷ്യാവതാരമാണെങ്കിൽ, ഏക വഴിയാണെങ്കിൽ, യേശു ഏക മധ്യസ്ഥനാണ് എങ്കിൽ യേശുവിനെ പൂർണ്ണമായി അനുസരിക്കണം. യേശുവിനെ മാത്രമേ അനുസരിക്കാവൂ. മതങ്ങൾ അതിനെതിരെ പറയും, മതനേതാക്കൾ അതിനെതിരെ പറയും. അവര് ഓരോ രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ അവർ പറയും. അതൊക്കെ അവരുടെ കാര്യസാധ്യമാണ്. പക്ഷേ യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്ന് അവൻ രക്ഷിക്കാൻ നരകമേൽക്കാൻ വന്നു. നമ്മെ സ്നേഹിച്ച യേശു കുരിശിൽ യാഗമായി. ഉയർത്ത് ജീവിക്കുന്ന യേശുവിനെ വ്യക്തിപരമായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യരാകണം. യേശുവിനെ വിശ്വസിക്കുക, അനുസരിക്കുകയും വേണം. യോഹന്നാൻ 3:36 വായിക്കുന്ന, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്നാണ്. നമ്മുടെ വിശ്വാസം അനുസരണം കൊണ്ട് തെളിയിക്കണം. സ്നാനം, ആരാധന, സുവിശേഷവേല, കൂട്ടായ്മ, ഇതൊക്കെ കൊണ്ട് നമ്മൾ തെളിയിക്കണം. ഇവിടെ രാജഭൃത്യൻ അതിന് തയ്യാറാകുകയാണ്. യേശുവിലെ വിശ്വാസം തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്തോഷം ഉണ്ടായത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.